ബേസി ദ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഫുക്കറ്റിലെ പട്ടോങ് സിറ്റിയിലെ ഹോട്ടലിലാണ്. പട്ടോങ് സിറ്റിയിലെ ടൗണിൽ തന്നെയുള്ള ഹോട്ടലിലാണ് താമസം. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ മലനിരകൾ കാണാം. പട്ടോങ് സിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരിടം തന്നെ. നല്ല കാലാവസ്ഥയും ബീച്ചുകളുമാണ് ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ കാരണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് ഇവിടെ ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രണ്ടടുപ്പുകളിലായി ബുൾസൈയും ഓംലെറ്റും മാറി മാറി ഉണ്ടാക്കുന്നു. അതിന് വേണ്ട ചേരുവകളും അവിടെ തന്നെയുണ്ട്. കലാപരമായിട്ടാണ് ഇവിടെ ഫുഡുകൾ ഉണ്ടാക്കുന്നത്. കണ്ടിരിക്കുവാൻ ഒരു ഭംഗി തന്നെ. നമ്മുടെ നാട്ടിലെ പോലെ അത്ര രുചികരമല്ല ഇവിടുത്തെ പച്ചക്കറികളുടെ രുചി. വലിപ്പം കൂടിയ സവോളയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ടൗൺ മൊത്തം ചുറ്റി കാണണം. രാവിലെ ടൗണിൽ തിരക്കൊന്നുമില്ല. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാൾ തന്നെയാണ്. രാത്രിയിലെ ജനസാഗരം കൊണ്ടെന്നറിയുന്ന ഈ മാൾ ഇപ്പോൾ കാലിയാണ്. ഇത് ഇവിടുത്തെ ഏതോ ഒരു ഷോപ്പിലെ വളർത്തുമൃഗമാണ്. ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചാണ് ഇവിടുത്തെ നടത്തം. രാത്രി സജീവമായിരുന്ന പബ്ബുകളെല്ലാം ഇപ്പോൾ കാലിയാണ്. എല്ലായിടത്തും ആരെയും കാണാൻ പറ്റുന്നില്ല. ഇത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ടൗൺ ക്ലീനിങ്
വാഹനമാണ്. വേസ്റ്റ് അപ്പോൾ തന്നെ വാഹനത്തിൽ കയറ്റി അത് വേർതിരിക്കുന്നു. രാത്രിയിൽ സജീവമായിരുന്ന ഷോപ്പുകളിലെ വേസ്റ്റുകളെല്ലാം ഇവിടെ ഷോപ്പിന് മുമ്പിൽ വയ്ക്കും. ജീവനക്കാർ വന്ന് ഇവിടുത്തെ വണ്ടിയിൽ കയറ്റി അത് കൊണ്ടുപോകുന്നു. കവറിൽ നിന്നും വേസ്റ്റ് കുടഞ്ഞിട്ട് ഒരു വേർതിരിവ് നടത്തിയ ശേഷമാണ് അത് മെഷീനിലേക്ക് കയറ്റി പ്രസ് ചെയ്യുന്നത്. രാത്രി 2 മണി വരെ പ്രവർത്തിക്കുന്ന ഷോപ്പുകളെല്ലാം രാവിലെ താമസിച്ചാണ് തുറക്കുന്നത്. എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആയിട്ടില്ല. ഇതാണ് പട്ടോങ് ബീച്ചിൻ്റെ മുൻഭാഗം. ഇതിൻ്റെ ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് നൈറ്റ് ലൈഫിൻ്റെ വാക്കിംഗ് സ്ട്രീറ്റുമാണ്. ബീച്ചിൽ രാവിലെ തന്നെ സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കടകൾക്ക് മുമ്പിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്ന കസേരകളെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നു. വൈകുന്നേരത്തോടുകൂടിയാണ് ഇവയെല്ലാം സജീവമാകുന്നത്. രാവിലെ തന്നെ ആയതിനാൽ ആരും കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും കരയിൽ നിന്നും കാണുക മാത്രമാണ് ചെയ്യുന്നത്. And hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the slow, let the breeze tell us where to go.
like a heartbeat. Skipping stones and city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls, while laughter echoes through the halls. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. വാട്ടർ ബൈക്കുകളെല്ലാം കരയിൽ കയറ്റി ഇരിക്കുന്നു. വൈകുന്നേരത്തോടുകൂടിയാണ് ഇതെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറയൂ. നടത്തം മതിയാക്കി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞ് അടുത്ത ബീച്ചായ ഫ്രീഡം ബീച്ചിലേക്ക് പോകണം. ഒരു ചെറിയ മലമുകളിൽ നിന്നും താഴെ ഇറങ്ങിയാണ് ഫ്രീഡം ബീച്ചിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇടത്താവളങ്ങളുണ്ട്. സ്റ്റെപ്പുകളെല്ലാം ഉണ്ടാക്കി തന്നെയാണ് ഫ്രീഡം ബീച്ചിലേക്കുള്ള വഴികൾ. പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലം തന്നെ. അതിന് മറ്റൊരു ഭാഗത്തായി ബീച്ച് കാണാം. ഈ ഭാഗത്ത് കല്ലും കൂട്ടങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇവിടെ തിരമാലകൾക്ക് നല്ല ശക്തിയുണ്ട്. നമ്മുടെ വർക്കല ക്ലിഫിനെ ഓർമ്മിപ്പിക്കും വിധമാണ് ഫ്രീഡം ബീച്ച്. നല്ല വെളുത്ത മണൽ തരികളാണ് ഫ്രീഡം ബീച്ചിൽ. ധാരാളം സഞ്ചാരികൾ ഇവിടെയുമുണ്ട്.
ഫ്രീഡം ബീച്ചിൽ ആൾക്കാർക്ക് കുറച്ചും കൂടി കടലിൽ ഇറങ്ങിക്കളിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇന്നും മഴയുണ്ട്. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നുണ്ട്. 100 ബാത്താണ് ചാർജ്. കൂടാതെ അടിപൊളി പാട്ടുകളും അവിടെ വയ്ക്കുന്നുണ്ട്. എത്ര കണ്ടിരുന്നാലും മതി വരാത്ത ഒരു അനുഭവമാണ് ഫ്രീഡം ബീച്ചിൽ. സാധാരണ ബീച്ചുകളെ അപേക്ഷിച്ച് മലനിരകൾ കൊണ്ട് നിറഞ്ഞൊരു ബീച്ചാണ് ഫ്രീഡം ബീച്ച്. അതുകൊണ്ട് പ്രകൃതി ഭംഗി കുറച്ച് കൂടുതൽ തന്നെയാണ്. എത്ര നോക്കിയിരുന്നാലും മതിയാവില്ല. ബീച്ചിൻ്റെ സൈഡുകളിൽ കടകൾ ധാരാളമുണ്ട്. അവിടെ ലഘുപാനീയങ്ങളും ഇരിപ്പിടങ്ങളും സജ്ജമാണ്. ഞങ്ങൾ ഫ്രീഡം ബീച്ചിൽ കുറേ ഫോട്ടോഷൂട്ടുകൾ നടത്തി. ബംഗാൾ ഉൾക്കടലിൻ്റെ ഒരു ഭാഗം ഇന്ത്യയാണെങ്കിൽ മറ്റൊരു ഭാഗമാണ് പട്ടോങ്ങിലെ ഈ ബീച്ച്. മൺതിട്ടകൾ ഇല്ലാതെ ലെവലായി തന്നെയാണ് ബീച്ചിൻ്റെ ആകൃതി. ഫ്രീഡം ബീച്ചിലെ കാഴ്ചകൾ മതിയാക്കി ഞങ്ങൾ റൂമിലേക്ക് നടന്നു. അവിടെ പോയി സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കുളിച്ച് വൈകിട്ട് നൈറ്റ് മാർക്കറ്റിൽ ഒന്ന് പോകണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കാഴ്ചകളുമായി അടുത്തിലെക്കാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. I'm Jackie. Sagar alias Jackie.